സോ എൻ്റെ മക്കളെല്ലാവരും ഷുവർ ക്വസ്റ്റ്യന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അല്ലേ? സോ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ബയോടെക് 1ഉം 2ഉം കണ്ടിട്ടുണ്ടല്ലോ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷന്റെ ഷുവർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. Some type of orchids on the branches of mango tree. Okay, live on the branches. അവർ ജീവിച്ചോട്ടെ. This relationship between mango tree and orchid is an example for. ഇങ്ങനെ ഓർക്കിഡ് മാംഗോ ട്രീയിൽ താമസിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? ഓർക്കിഡിന് ഗുണം, മാംഗോ ട്രീക്ക് ഗുണമില്ല ദോഷമില്ല. സോ ഇറ്റ് ഇസ് എ കമൻസാലിസം. അത് കമൻസാലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, in a given habitat the maximum number of possible for a species is called dash of that species in that habitat. അതായത് ഒരു ഹാബിറ്റാറ്റിൽ ഒരു സ്പീഷീസിന് പറ്റാവുന്ന മാക്സിമം നമ്പർ, ആ എണ്ണത്തിന് പറയുന്ന പേരാണ് അതിന്റെ മാക്സിമം ക്യാരിയിങ് കപ്പാസിറ്റി. വെരി ഗുഡ്. കെ ആണ് അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി. ഗുഡ്. നെക്സ്റ്റ്, സെലക്ട് ദ നോൺ പാരസൈറ്റിക് ഓർഗാനിസം. തന്നിരിക്കുന്നത് എല്ലാവരും പാരസൈറ്റാ, ഒരാൾ ഒഴിച്ച്. സോ ആ നോൺ പാരസൈറ്റിക് ആയിട്ടുള്ളത് ആരാ? ലൈസ് ആണ് എക്ടോ പാരസൈറ്റ്. കസ്ക്യൂട്ട എക്ടോ പാരസൈറ്റ്. എപ്പിഫൈറ്റിക് ഓർക്കിഡ്, നോ, എപ്പിഫൈറ്റിക് ഓർക്കിഡ് പാരസൈറ്റ് അല്ല, അയാൾ ഒരു എപ്പിഫൈറ്റ് ആണ്. കമൻസാലിസത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള എപ്പിഫൈറ്റാ. സോ അയാളാണ് നോൺ പാരസൈറ്റ്. ടിക്സ് പാരസൈറ്റാ, സോ എപ്പിഫൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്, the parasitic bird lays its egg in the nest of the host and the host bird incubate it. So ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാരസൈറ്റ്സ് ആ. അവിടെ ഒരു ബേർഡ് വന്നിട്ട്, നമ്മളെ കുക്കു വന്നിട്ട് ക്രോയുടെ നെസ്റ്റിൽ ഈ മുട്ടയിടും. എന്നിട്ട് ഈ ക്രോ ആയിരിക്കും ആ മുട്ടേനെ ഇൻക്യുബേറ്റ് ചെയ്ത് വിരിയിക്കുന്നത്. സോ ആ ടൈപ്പ് ഓഫ് പാരസൈറ്റിസം, കുക്കു ആൻഡ് ക്രോയുടെ ആ ടൈപ്പ് ഓഫ് പാരസൈറ്റത്തിന് നമ്മൾ പേര് പറയും. നെയിം ദ ടൈപ്പ് ഓഫ് പാരസൈറ്റിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് brood parasitism. Okay, brood parasitism. Next, parasites evolved special adaptations to live on the host. What are they? So parasites എന്ന് പറയുമ്പോൾ അവർക്ക് സാധാ സാധനങ്ങളൊന്നും വേണ്ട, പക്ഷെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ വേണമെന്ന് താനും, അങ്ങനെയുള്ള ആൾക്കാരാ അല്ലെ? സോ അവർക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്, കുറച്ച് അഡാപ്റ്റേഷൻസ്. ആ ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ പാരസൈറ്റിക് ഓർഗാനിസത്തിന്റെ സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് എന്നാ ചോദിച്ചിരിക്കുന്നത്? ഒന്ന്, അവർ ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ വേണ്ടേ അവർക്ക്? വേണം. സോ ഒന്നാമത്തതാണ് they need adhesive structure. adhesive structure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ adhesive structure എന്ന് പറയുന്നത്. adhesive structure to attach to the host. ഹോസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി adhesive structure വേണം. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെ ആയിരിക്കും? എടാ കുറച്ച് റീപ്രൊഡക്ഷൻ ഉണ്ടാവില്ലോ, അതോ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കും? നല്ല റീപ്രൊഡക്ഷൻ ഉണ്ട്, കാരണം അവർക്ക് പണി നടക്കണല്ലോ, മറ്റേടത്തൊന്ന് വലിച്ചൂറ്റിയല്ലേ ഫുഡൊക്കെ എടുക്കുന്നത്. സോ നല്ലോണം റീപ്രൊഡ്യൂസ് ചെയ്യും. ദേ ഹാവ് വെരി ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. നല്ല റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഇനി അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. എന്തിനാണ്? അവിടുന്ന് ഫുഡ് എടുക്കല്ലേ. സോ ഡൈജസ്റ്റീവ് സിസ്റ്റമേ ഇല്ല. സോ ദേ ഹാവ് നോ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇനി വേറെന്താ ഇവർക്കുള്ളത്? റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, അഡ്ഹസീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടോ? ഇതുപോലത്തെ ഏതെങ്കിലും രണ്ടെണ്ണം. 1 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ 2 എണ്ണമെങ്കിലും എഴുതിയിരിക്കണം. 2 മാർക്ക് പറയുമ്പോൾ 2-3 ക്വസ്റ്റൻ എഴുതിയിരിക്കണം. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, the equation for population density is given below. Yes, nt plus 1 is equal to nt plus b plus I plus d plus e. What does D and E stands for? ഇതിനകത്ത് ഡിയും ഇയും ഒക്കെ എന്തിനാണെന്ന് ചോദിക്കുന്നത്. വേണ്ട, നിങ്ങൾ എല്ലാം എഴുതിക്കോ. എല്ലാം എന്തിനാണെന്ന് എഴുതിക്കോ. ബി എന്താ? ബി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ്, നെയ്റ്റാലിറ്റി എന്നാണ് അതിനർത്ഥം. ബി ബർത്ത്. ഇനി ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ എന്നാണ് അതിനർത്ഥം. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്ന ഡിയും ഇയും പറയാനാ. സോ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി, ഡെത്ത്, മോർട്ടാലിറ്റി എന്നാണ് അതിനർത്ഥം. ഇനി ഇ എന്ന് പറഞ്ഞാൽ എന്താ? എമിഗ്രേഷൻ. അതായത് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് എത്ര പേര് ഇങ്ങോട്ട് ഈ പോപ്പുലേഷനിലേക്ക് വന്ന് താമസിച്ചു എന്നുള്ളതാ. എമിഗ്രേഷൻ നേരെ ഓപ്പോസിറ്റാ.
ഇവിടെ നിന്നും പുറത്തേക്ക് എത്ര പേര് പോയി താമസിച്ചു? സോ I എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്ന് താമസിച്ചവരും E എന്ന് പറയുന്നത് അങ്ങോട്ട് പോയി താമസിച്ചവരുമാണ്. ഓക്കെ, ക്ലിയർ? Next question, write down 2 factors which increase the population density. Population density increase ചെയ്യുന്ന രണ്ടുപേരും population density decrease ചെയ്യുന്ന രണ്ടുപേരും ഇതിലുള്ളത്. അതിൽ natality immigration ഇവർ രണ്ടുപേരുമാണ് they will increase the population density. Mortality emigration they are the 2 factors which decrease the population density. So അത് അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇക്വേഷൻ അവർ തരാതെ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. സോ അറിഞ്ഞിരിക്കണം NT + 1 = NT + B + I - D + E. Okay, clear? Next, the density of a population in a given habitat during a period fluctuates due to changes in 4 basic processes. Yes, 4 പേര് കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി മാറിയും കുറഞ്ഞുകൊണ്ടിരിക്കും, കൂടാം കുറയാം. ലിസ്റ്റ് ദം ഔട്ട്. ഏതൊക്കെയാണ് ആ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആൻഡ് ഹൗ ഡു ദേ എഫക്ട് ദി പോപ്പുലേഷൻ ഡെൻസിറ്റി? ഇപ്പൊ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു ആ 4 ഫാക്ടേഴ്സ്? ഒന്നാമത്തെ ആളാണ് നെയ്റ്റാലിറ്റി എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആളാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്, മൂന്നാമത്തെ ആളാണ് ഇമിഗ്രേഷൻ, ഫുഡ് കഴിക്കാനായിട്ടാണ് തോന്നി ഗ്യാസ് കയറുന്നു, നാലാമത്തതാണ് എമിഗ്രേഷൻ. ഓക്കെ, സോ ഇതിൽ ആരൊക്കെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഡിക്രീസ് ചെയ്യുന്നത് അറിയണം. നെയ്റ്റാലിറ്റി ആണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആളാ. മോർട്ടാലിറ്റി ആണെങ്കിലോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ആളാ. ഇമിഗ്രേഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആളും എമിഗ്രേഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ആളും. ഓക്കെ, നെക്സ്റ്റ് വൺ, predation is an interaction which has great significance in the nature. Nature അത്യാവശ്യം significance ഉള്ള ഒരാളാണ് predation. Write down 2 significance of predation. Predation എന്താ significance ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. predation ഇല്ലെങ്കിലോ ആ prey species ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേ ഇരിക്കത്തില്ലേ? സോ prey speciesന്റെ population control ചെയ്യണമെങ്കിൽ predation വേണം. സോ predatiന്റെ ഒന്നാമത്തെ യൂസ് ആണ് to control the prey population. The prey population കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഡേഷൻ വേണം. 2, എടാ ഈ പ്രിഡേഷൻ ഉള്ളത് കൊണ്ടാണ് ഫുഡ് ചെയിൻ അങ്ങനെ നടന്നു പോകുന്നത്. സോ ട്രാൻസ്ഫർ ഓഫ് എനർജിക്ക് വേണ്ടിയിട്ട് ഈ പ്രിഡേഷൻ വേണം. ഇപ്പൊ ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിച്ചു, ഗ്രാസ് ഹോപ്പറിനെ ഒരു ഫ്രോഗ് കഴിച്ചു, ഫ്രോഗിനെ സ്നേക്ക് കഴിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ എനർജി ട്രാൻസ്ഫർ കറക്റ്റായി നടന്നു പോണ്ടേ? സോ ഈ ഓരോരുത്തരും പ്രിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സോ പ്രിഡേഷൻ എന്തായാലും വേണം. എന്തിനു വേണ്ടിയിട്ടാ? എനർജി ട്രാൻസ്ഫർ. ഫോർ continuing the energy ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പ്രിഡേഷൻ നടന്നിരിക്കണം. ഒരു എക്സ്ട്രാ യൂസ് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും എന്ത് വേണം? പ്രിഡേഷൻ വേണം. സോ മൂന്നാമത്തതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും പ്രിഡേഷൻ വേണം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻട്രാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, പല ടൈപ്പ് ഇൻട്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് കണ്ടിട്ടുണ്ട്. റൈറ്റ് ദ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഒബ്സർവ്ഡ് എമംഗ് ദിസ്. സോ ഇതിൽ ഏതാണ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്ന് നമ്മൾ പറയണം. ഇത് സ്പീഷീസ് എയും ഇത് സ്പീഷീസ് ബിയും, ഇവിടെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ എഴുതണം എന്നുള്ളത് അവർ ഉദ്ദേശം. ഓർക്കിഡ് ഓഫ്രിസും ബീസും തമ്മിലുള്ള പോപ്പുലേഷൻ. ഓർക്കിഡ് ഓഫ്രിസ്, മെഡിറ്ററേറിയൻ ഓഫ്രിസ്, അതും ബീസും ആയിട്ടുള്ളത് എന്താ? ഓഫ്രിസിനും പ്ലസ് ബീസിനും പ്ലസ്. സോ ഇറ്റ് ഇസ് മ്യൂച്വലിസം അല്ലേ. നെക്സ്റ്റ്, കാറ്റിലും കാറ്റിൽ എഗ്രറ്റും. കാറ്റില് അതിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. കാറ്റിൽ എഗ്രറ്റിന് ഗുണമാണ്, കുറെ സാധനത്തെ പിടിച്ച് തിന്നാൻ കിട്ടും, പ്ലസ്. സോ 0+ അല്ലെങ്കിൽ +0 ഇൻട്രാക്ഷൻ, അതാണ് കമൻസാലിസം. നെക്സ്റ്റ്, സീ അനിമോണും ക്ലൗൺ ഫിഷും. ക്ലൗൺ ഫിഷ് സീ അനിമോണിന്റെ ഇടയിൽ താമസിക്കും. സീ അനിമോണിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. സോ സീ അനിമോൺ 0, ക്ലൗൺ ഫിഷിന് ഗുണമുണ്ട് പ്ലസ്. സോ അതും എന്താ? കമൻസാലിസം. നെക്സ്റ്റ്, ടിക്സും ഡോഗ്സും. ഡോഗ്സിന്റെ മണ്ടയിൽ ടിക്സ് പാരസൈറ്റ് ആയിട്ടാ താമസിക്കുന്നത്. സോ ടിക്സിന് പ്ലസും ഡോഗ്സിന് മൈനസും. ഇറ്റ് ഇസ് പാരസൈറ്റിസം. നെക്സ്റ്റ്,
കസ്ക്യൂട്ടയും ഹെഡ്ജ് പ്ലാന്റും. ഈ ഹെഡ്ജ് പ്ലാന്റിനെ കസ്ക്യൂട്ട പാരസൈറ്റ് ആയിട്ട് നശിപ്പിക്കും. സോ കസ്ക്യൂട്ടയ്ക്ക് പ്ലസും ഹെഡ്ജ് പ്ലാന്റിന് മൈനസും. അതും എന്താ? പാരസൈറ്റിസം ആണ്. നെക്സ്റ്റ്, ടൈഗറും ഡിയറും. ടൈഗർ ഡിയറിനെ പിടിച്ച് തിന്നും. സോ ടൈഗറിന് ഫുഡ് കിട്ടി പ്ലസും, ഡിയറിന് ജീവൻ പോയി മൈനസും. അതിനെ പറയുന്ന പേരാണ് പ്രിഡേഷൻ. ഇനി ഒരു അബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടു എന്ന് ചോദിച്ചിരുന്നെങ്കിലോ? കോമ്പറ്റീഷൻ എന്നൂടെ എഴുതിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഐഡന്റിഫൈ ദീസ് ഇന്ററാക്ഷൻസ്. സോ കുറച്ച് ഇന്ററാക്ഷൻസ് അവർ തന്നിട്ടുണ്ട്. ആൾക്കാരെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇന്ററാക്ഷൻ നമ്മൾ എഴുതണം. ബർണക്കിൾസ് വെയിലിന്റെ മുകളിൽ താമസിക്കുന്നു. ബർണക്കിൾസിന് പ്ലസും വെയിലിന് സീറോയും. അതിന്റെ പേരാണ് കമൻസാലിസം. സോ പ്ലസ് മൈനസ് എന്ന് തന്നാൽ നിങ്ങൾ എന്തായാലും എഴുതും, പക്ഷേ എക്സാമ്പിൾ തന്നിട്ട് ചോദിച്ചാൽ ഇത് എഴുതണം. ഓക്കെ, സോ ബർണക്കിൾസും വെയിൽസും കമൻസാലിസം. വാസ്പ് ഓൺ ഫിഗ്. വാസ്പിനും പ്ലസ് ആണ്, ഫിഗിനും പ്ലസ് ആണ്. സോ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ മ്യൂച്വലിസം. ടിക്സ് ഓൺ ഡോഗ്സ്. ടിക്സിന് പ്ലസും ഡോഗ്സിന് മൈനസും. അതെന്ത് ടൈപ്പ് ഇന്ററാക്ഷനാ? അതൊരു പാരസൈറ്റിസം ആണ്. പാരസൈറ്റിസം. അബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടും. അബിങ്ടൺ ടോർട്ടോയ്സിനും മൈനസ് ആണ്, ഗോട്ടിനും മൈനസ് ആണ്. കാരണം രണ്ടുപേരും തമ്മിൽ ഗ്രാസിന് വേണ്ടി കോമ്പറ്റീഷൻ ആണ് അവിടെ. കോമ്പറ്റീഷൻ. നെക്സ്റ്റ്, ഡിയറും ടൈഗറും. ഡിയറിന് പ്ലസ് ഫുഡ് കിട്ടി, ടൈഗറിന് പ്ലസ്, ഡിയറിന് മൈനസ്. സോ ഇറ്റ് ഇസ് പ്രിഡേഷൻ. പിടിച്ചു തിന്നു അല്ലെ? പ്രിഡേഷൻ. മൈക്കോറൈസ നമ്മൾ പണ്ട് തൊട്ടേ അറിയാവുന്ന സാധനം. മ്യൂച്വലിസം. ഓക്കെ, സോ എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. പ്ലസ് പ്ലസ് ഇന്ററാക്ഷൻ ആണ് മൈക്കോറൈസ. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ectoparasites and entoparasites and give an example for ectoparasite. യെസ്, ectoparasites entoparasites ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ectoparasites എന്ന് പറഞ്ഞാൽ എന്താടാ? ദീസ് ആർ ദി പാരസൈറ്റ്സ് ദാറ്റ് ലിവ് outside. ecto ആണ്. So they live outside the body of host organism. So host organismത്തിന്റെ ബോഡിയുടെ പുറത്ത് താമസിക്കുന്ന പാരസൈറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ectoparasite. What are entoparasite? Entoparasite എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിൽ താമസിക്കുന്നവര്. So these are the parasites that live inside the body of host organism. ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിന്റെ ഉള്ളിൽ താമസിക്കുന്നവരെയാണ് എൻഡോപാരസൈറ്റ് എന്ന് വിളിക്കുക. അവരെ എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരുടെയും എക്സാമ്പിൾ നമുക്ക് ഓരോന്ന് വീതം പറഞ്ഞിരിക്കാം. സോ നോക്കടാ, രണ്ടുപേരുടെയും ഓരോ എക്സാമ്പിൾ പറയാം. ആദ്യം ഒരാളുടെ എക്സാമ്പിൾ. എക്ടോപാരസൈറ്റിന്റെ എക്സാമ്പിൾ. പുറത്ത് താമസിക്കുന്നവരാണ് ടിക്സ് ഓൺ ഡോഗ്സ് അല്ലെ? പട്ടിയുടെ ദേഹത്തൊക്കെ ഈ ചെള്ള് വരുന്നത്. പിന്നെ നമ്മളുടെ തലയിൽ പെയിൻ വരുന്നത് ലൈസ് ഓൺ ഹ്യൂമൻസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എക്ടോപാരസൈറ്റ്. എൻടോപാരസൈറ്റിന് എക്സാമ്പിൾ പറഞ്ഞാലോ? നമ്മളുടെ ഈ ലിവർ ഫ്ലൂക്ക്, ടേപ്പ് വേം, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? എൻടോപാരസൈറ്റിന് എക്സാമ്പിളാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the figure and write the name of two population growth curves marked as A and B. യെസ്, എ എന്ന് പറയുന്നതാണ് ഇത്, ബി എന്ന് പറയുന്നത്. എ നോക്കിയേ, പോപ്പുലേഷൻ ഗ്രോത്ത് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുക അല്ലേ? സോ എ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആണ്? അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്. എന്താണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. നേരെ മറിച്ച് ബി ആണെങ്കിലോ, ബി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുന്നുണ്ട്, പിന്നെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവും. കെ കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് പോകത്തില്ല, അതായത് ക്യാരിങ് കപ്പാസിറ്റി കഴിഞ്ഞ് മുകളിലേക്ക് പോകത്തില്ല. സോ ബി എന്ന് പറയുന്നതാണ് നമ്മളുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ വേറൊരു പേരെന്താ? വേൾഹസ്റ്റ് പേൾ ഗ്രോത്ത് കർവ്. മറന്നു പോയത് കേട്ടോ. ഓക്കെ, സോ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് ഇസ് വാട്ട് ഡസ് കെ ആൻഡ് ആർ സ്റ്റാൻഡ്സ് ഫോർ? കെ എന്താണ്, ആർ എന്താണ് എന്ന് പറയണം. കെ എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം നിൽക്കാൻ പറ്റുന്ന സ്പീഷീസിന്റെ എണ്ണം. ഇറ്റ് ഇസ് ദി ക്യാരിയിങ് കപ്പാസിറ്റി. ദെൻ വാട്ട് ഇസ് ദിസ് ആർ? ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അതായത് ബർത്തും ഡെത്തും നോക്കിയിട്ട് മാക്സിമം എത്ര കൂടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻട്രിൻസിക് ഇൻക്രീസ് അല്ല, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. എന്താണ് ഞാൻ എഴുതി വെച്ചത്? ഇൻക്രീസ്. ഓക്കെ, ക്ലിയർ? ഈ ആറിനൊരു ഇക്വേഷൻ ഉണ്ട്. ആർ ഇസ് ഈക്വൽ ടു ബി മൈനസ് ഡി എന്നാണ് ഇക്വേഷൻ.
ബി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റും ഡി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ററാക്ഷൻസിന്റെ കുറച്ച് സ്പീഷീസ് എക്സ് പ്ലസ് വൈ ഇവിടെ പ്ലസ് ഇസഡ് 0 അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ആ ഇന്ററാക്ഷൻ ഏതാണ് എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യൽ ഇന്ററാക്ഷൻ, മൈനസ് എന്ന് പറഞ്ഞാൽ ഡെട്രിമെന്റൽ ഇന്ററാക്ഷനും 0 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഇന്ററാക്ഷനും. ഫസ്റ്റ് വൺ, സ്പീഷീസ് എക്സ് ആൻഡ് വൈ ഇൻ കേസ് 1. എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ്, വൈ എന്ന് പറഞ്ഞാൽ പ്ലസ്. സോ പ്ലസ് പ്ലസ് ഇന്ററാക്ഷൻ ആണ്. ആ ഇന്ററാക്ഷന്റെ പേരാണ് മ്യൂച്വലിസം. നെക്സ്റ്റ്, സ്പീഷീസ് വൈ ആൻഡ് ഇസഡ് ഇൻ കേസ് 2. വൈ ആൻഡ് ഇസഡ്, വൈ എന്ന് പറയുമ്പോൾ മൈനസ്, ഇസഡ് പ്ലസ്. സോ മൈനസ് പ്ലസ് ഇന്ററാക്ഷൻ. അത് രണ്ടെണ്ണം ആവാം. പ്രിഡേഷൻ എഴുതാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പാരസൈറ്റിസം എഴുതാം. ഞാൻ എന്താ ഇവിടെ പ്രിഡേഷൻ എഴുതി, പാരസൈറ്റിസം എഴുതാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ പാരസൈറ്റിസം ബ്രാക്കറ്റിൽ എഴുതിയേക്കാം. പ്രിഡേഷൻ അല്ലെങ്കിൽ പാരസൈറ്റിസം, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. അടുത്തത്, എക്സ് ആൻഡ് ഇസഡ് ഇൻ 3. എക്സ് മൈനസ് ഇസഡ് മൈനസ്. സോ മൈനസ് മൈനസ് ഇന്ററാക്ഷൻ, അതിന് വിളിക്കുന്ന പേരാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ. നെക്സ്റ്റ്, വൈ ആൻഡ് ഇസഡ് ഇൻ 1. വൈയും ഇസഡും പ്ലസ് 0 ഇന്ററാക്ഷൻ. പ്ലസ് 0 ഇന്ററാക്ഷൻ വിളിക്കുന്ന പേരാണ് കമൻസാലിസം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾസിനെ കയറി ടേബിൾ ആക്കിയാൽ മതി. നമുക്ക് നോക്കാം. സ്പീഷീസ് എ കമൻസാലിസം എന്ന് അവർ തന്നിട്ടുണ്ട്. അതിനെ ഒരു ബോക്സിൽ എഴുതാം. ഇന്ററാക്ഷനിൽ ഞാൻ എന്താ ഇവിടെ കമൻസാലിസം എന്ന് എഴുതി. കസ്ക്യൂട്ട കിടപ്പുണ്ട്. കസ്ക്യൂട്ട അവിടെ കിടന്നോട്ടെ. എന്തായാലും കമൻസാലിസത്തിൽ എഴുതാൻ പറ്റത്തില്ല, എന്നാലും അവിടെ കിടന്നോട്ടെ. കമൻസാലിസത്തിൽ ഇവിടെ ഏത് സ്പീഷീസിനെ എഴുതാൻ പറ്റും നമുക്ക്? കമൻസാലിസത്തിൽ നമുക്ക് എപ്പിഫൈറ്റിക് ഓർക്കിഡിനെ എഴുതാം. എഴുതിക്കൂടെ? യെസ്, ഇവിടെ എപ്പിഫൈറ്റിക് ഓർക്കിഡ്, അത് കമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, മ്യൂച്വലിസം കിടപ്പുണ്ട്. സോ അടുത്ത ഇന്ററാക്ഷൻ ആയിട്ട് ഞാൻ മ്യൂച്വലിസം എഴുതി. എക്സാമ്പിൾ എവിടെയാ? അതാണ്ട് ലൈക്കൻ, അതിന്റെ തൊട്ടടുത്ത് കിടപ്പുണ്ട് ലൈക്കൻ. അടുത്ത പാരസൈറ്റിസം കിടപ്പുണ്ട്. അടുത്ത ഇന്ററാക്ഷൻ ആയിട്ട് ഞാൻ പാരസൈറ്റിസം എഴുതി. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കസ്ക്യൂട്ട കിടപ്പുണ്ട്. ഓക്കെ, എല്ലാം എഴുതി. ഇനി സ്പീഷീസ് എയും ബിയും, അത് പ്ലസ് മൈനസ് ആണോ? പ്ലസ് മൈനസ് ഇടാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കമൻസാലിസത്തിൽ പ്ലസും 0യും, മ്യൂച്വലിസം പ്ലസും പ്ലസും, പാരസൈറ്റിസം പ്ലസും മൈനസും. സിമ്പിൾ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ. മാംഗോയിൽ ഓർക്കിഡ് വന്നാൽ അത് പാരസൈറ്റിസം അല്ല, കമൻസാലിസം ആണ്. മൈക്കോറൈസ മ്യൂച്വലിസം, അത് ശരിയാ. സോ നമ്മുടെ ആൻസർ ബി, കറക്റ്റ് പെയർ ബി ആണ്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മൈക്കോറൈസ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണെങ്കിൽ ലൈസ് ഓൺ ഹ്യൂമൻസ് എന്തിന് എക്സാമ്പിളാ? ലൈസ് പാരസൈറ്റ് അല്ലേടാ. സോ ഇന്ററാക്ഷന്റെ പേര് പാരസൈറ്റിസം. 1 മാർക്ക്. നെക്സ്റ്റ്, മോർട്ടാലിറ്റി, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ആണെങ്കിൽ നമ്പർ ഓഫ് ബർത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നെയ്റ്റാലിറ്റി. ഓക്കെ, 1 മാർക്ക്. പിന്നെ എക്സാമ്പിൾസ് ആണ്. സോ കോമ്പറ്റീഷൻ എക്സാമ്പിൾ ഏതാ? പാരസൈറ്റിന് എക്സാമ്പിൾ ഏതാ? മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ഏതാ? അവരൊരു 5-6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ, രണ്ടുപേരും ഗ്രാസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. സി, കോമ്പറ്റീഷൻ. നെക്സ്റ്റ്, അപ്പൊ ഞാൻ ഇതിനകത്തതാ എ എന്ന് ഇവിടെ എഴുതി. അടുത്തത്, കസ്ക്യൂട്ടയും ഹോസ്റ്റ് ട്രീയും. കസ്ക്യൂട്ട പാരസൈറ്റ്, ഹോസ്റ്റ് ട്രീയെ ഊട്ടി കഴിക്കുന്ന ആള്. സോ ഇറ്റ് ഇസ് പാരസൈറ്റിസം. ബി ഇവിടെ എഴുതി. ഫിഗും വാസ്പും തമ്മിൽ മ്യൂച്വലിസം, രണ്ടുപേർക്കും ഗുണമാ. സോ ഇറ്റ് ഇസ് മ്യൂച്വലിസം. സി ഇവിടെ എഴുതി. ആൽഗയും ഫംഗയും ഇൻ ലൈക്കൻസ്, രണ്ടുപേർക്കും ഗുണം. ഇറ്റ് ഇസ് മ്യൂച്വലിസം. സോ ഡി ഇവിടെ വരും. ബലാനസ് ആൻഡ് ചത്താമലസ് ബർണക്കിൾ, രണ്ട് ബർണക്കിളും ഒരേ സാധനത്തിന് വേണ്ടി, സ്മോളർ ബർണക്കിളും ലാർജർ ബർണക്കിളും കോമ്പറ്റീഷൻ ആണ്. സോ അത് ബർണക്കിൾസ് കോമ്പറ്റീഷൻ ആണ്. ഇ ഇവിടെ വരും. നെക്സ്റ്റ്, ലൈസ് ഓൺ ഹ്യൂമൻ, പാരസൈറ്റ് എടാ. ലൈസ് ഓൺ ഹ്യൂമൻ ഇസ് പാരസൈറ്റ്സ്. സോ എഫ് ഇവിടെ. ക്ലിയർ? നിങ്ങൾ ഈ ABCD എന്ന് എഴുതി വെക്കരുത്, ഓരോന്നും എടുത്ത് ടേബിളിൽ എഴുതണം കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് പ്ലസ് ഇന്ററാക്ഷൻ തന്നിരിക്കുക, എടുത്തെഴുതണം. പ്ലസ് മൈനസ് പാരസൈറ്റിസം എന്നവർ ഓൾറെഡി പറഞ്ഞു. മൈനസ് മൈനസിന് നമ്മൾ പറയുന്ന പേരാണ് കോമ്പറ്റീഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, പ്ലസ് പ്ലസ് ഇന്ററാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വലിസം എന്ന് പറയാം. പ്ലസ് 0 ഇന്ററാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ്
കമൻസാലിസം എന്ന് പറയാം. -0 ഇന്ററാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അമൻസാലിസം. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് വഴി ആൽഗയും ഫംഗയും ആണെങ്കിൽ ലൈക്കൻ, ആൽഗയും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും ആണെങ്കിൽ മൈക്കോറൈസ. നെക്സ്റ്റ്, മൊണാർക്ക് ബട്ടർഫ്ലൈയും ബേർഡുമായിട്ടുള്ളത് പ്രിഡേഷൻ ആണ്. ഓക്കെ, കാറ്റിൽ എഗ്രറ്റും കാറ്റിലുമായിട്ടുള്ളത് എന്താ? അപ്പോ ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും. ഒരാൾക്ക് ഒന്നുമില്ല. ഇറ്റ് ഇസ് കമൻസാലിസം. എന്താ അത്? കമൻസാലിസം. ഇനി ടിക്സും ഡോഗ്സുമായിട്ടുള്ളത് അത് പാരസൈറ്റിസം. ഇനി നടുക്ക് കാറ്റിൽ എർഗറ്റിൽ ഒരാൾക്ക് ബെനിഫിഷ്യലും ഒരാൾക്ക് നൈദർ ബെനിഫിറ്റ് നോർ ഹാം. പ്രിഡേഷനിലാണെങ്കിലോ one organism is benefited and the other organism is harmed എന്ന് എഴുതണം. ടിക്സും ഡോഗ്സിലും അങ്ങനെ തന്നെയാണ്. one organism is benefited and the other organism is harmed. പ്ലസ് മൈനസ് ഇടത് സെന്റൻസ് ആക്കി എഴുതണം. ഓക്കെ, പ്ലസ് മൈനസ് എഴുതിയാൽ മാർക്ക് തരും. നെക്സ്റ്റ്, ലൈക്കൻസ് മ്യൂച്വലിസത്തിന് എക്സാമ്പിളാ. അങ്ങനെയാണെങ്കിൽ ഓർക്കിഡ്സ് ഗ്രോയിങ് ഓൺ എ മാംഗോ ട്രീ, അത് എന്തിന് എക്സാമ്പിളാ? കമൻസാലിസം. ശരിക്കും ഏറ്റവും കൂടുതൽ എക്സാമ്പിൾസ് ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മൊത്തം കമൻസാലിസം അല്ലേ? നെക്സ്റ്റ്, നെയിം ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്. സീ അനിമോണും ക്ലൗൺ ഫിഷും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ പേരാണ് കമൻസാലിസം അല്ലേ? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സ്പ്ലനേഷൻ, ജസ്റ്റിഫൈ വിത്ത് സ്യൂട്ടബിൾ എക്സ്പ്ലനേഷൻ. അതെങ്ങനെയാ കമൻസാലിസം ആവുക? അപ്പൊ നമ്മൾ എഴുതും ഹിയർ സീ അനിമോൺ. വേണ്ട, ഇവിടെ എന്താ നടക്കുക? ദിസ് ക്ലൗൺ fish lives inside the stinging tentacles of sea anemone. Stinging tentacles of sea anemone. So sea anemoneന്റെ stinging tentacles ന്റെ ഇടയിലാണ് ആര് താമസിക്കുക? ഈ ക്ലൗൺ ഫിഷ് താമസിക്കുക. So it gets protection from predators. So ക്ലൗൺ ഫിഷിന് അതിന്റെ പ്രിഡേറ്റേഴ്സിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ഇനി അതുകൊണ്ട് ക്ലൗൺ ഫിഷിന് ഗുണം. ഇനി സീ അനിമോണിനാണെങ്കിലോ സീ അനിമോൺ ഹാസ് നൈദർ ബെനിഫിറ്റ് നോർ ഹാം. സീ അനിമോൺ ഹാസ് നൈദർ ബെനിഫിറ്റ് നോർ ഹാം. അതിന് ബെനിഫിറ്റും ഇല്ല ഹാമും ഇല്ല. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മ്യൂച്വലിസം. ഇതിൽ ആരാ വരിക? അതാണ്ടാ മൈക്കോറൈസ ഉണ്ട് മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ. പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ കൺട്രോൾ. യെസ്, ബയോളജിക്കൽ കൺട്രോൾ. കമൻസാലിസം ഓർക്കിഡ് ഉണ്ടോ നോക്കിയാൽ മതി. ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡ് ഗ്രോയിങ് ഓൺ ട്രീ ട്രങ്ക്. കോമ്പറ്റീഷനിൽ ഡിറൈവ്സ് ന്യൂട്രീഷൻ ഫ്രം ഹോസ്റ്റ് പറയാൻ പറ്റില്ല, അത് പാരസൈറ്റിസാ. ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഗോസസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതാണ് വരിക. ഓക്കെ, നെക്സ്റ്റ്, ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് എയും ബിയും എന്താണെന്ന് എഴുതണം. പിന്നെ നമ്മളുടെ ഇക്വേഷനും എഴുതണം. നെയ്റ്റാലിറ്റി പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്ന ആൾ, അപ്പൊ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കുന്ന ആളാണ് ഇത്. അയാളുടെ പേരാണ് മോർട്ടാലിറ്റി. സോ എ മോർട്ടാലിറ്റി. നെക്സ്റ്റ്, ഇമിഗ്രേഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്ന ആള്, സോ കുറയ്ക്കുന്ന ആളാണ് ബി. അയാളുടെ പേരാണ് എമിഗ്രേഷൻ. EMMI, ഇമിഗ്രേഷൻ. ഓക്കെ, ഡൺ. സോ എ ബി എഴുതി. നെക്സ്റ്റ്, ആ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? NT+1 is equal to NT+B+I minus D+E. ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതണം കേട്ടോ, കൃത്യമായിട്ട്. നെക്സ്റ്റ്, a population has certain attributes that an individual organism does not. ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? 3 പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്നാണ് പോപ്പുലേഷന് മാത്രമേ ബർത്ത് റേറ്റ് ഉള്ളൂ, ഒരു പോപ്പുലേഷന് മാത്രമേ ഡെത്ത് റേറ്റ് ഉള്ളൂ, ഒരു പോപ്പുലേഷന് മാത്രമേ സെക്സ് റേഷ്യോ ഉള്ളൂ. എത്ര പേര് ജനിക്കുന്നു എന്നുള്ളതും എത്ര പേര് മരിക്കുന്നു എന്നുള്ളതും എത്ര ആൺ പെണ്ണുണ്ട് എന്നുള്ള റേഷ്യോ, ഇതൊക്കെ ഒരു പോപ്പുലേഷനുള്ള ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. സോ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഇതൊക്കെയാണ്. ക്ലിയർ? നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടെ നമ്മൾ തീർന്നു. ഇല്ല, 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ്. പേര് പറഞ്ഞ ഇന്ററാക്ഷന്റെ ഓഫ്രിസ്, ഓർക്കിഡ് ഓഫ്രിസും ബീസും തമ്മിലുള്ളത്. ഓഫ്രിസിനും ബീസിനും പ്ലസ്, സോ ഇറ്റ് ഇസ് എ
മ്യൂച്വലിസം ആണ്. നെക്സ്റ്റ് കാറ്റിലും കാറ്റിൽ എഗ്രറ്റും. കാറ്റിലിന് 0യും കാറ്റിൽ എഗ്രറ്റിന് പ്ലസും. ഇറ്റ് ഇസ് കമൻസാലിസം ആണ്. സീ അനിമോൺ ക്ലൗൺ ഫിഷ് സെയിം. സീ അനിമോണിന് 0, ക്ലൗൺ ഫിഷിന് പ്ലസ്. ഇറ്റ് ഇസ് ഓൾസോ കമൻസാലിസം. ടിക്സും ഡോഗ്സും. ടിക്സിന് പ്ലസ്, ഡോഗ്സിന് മൈനസ്. അതെന്താ? പാരസൈറ്റിസം. കസ്ക്യൂട്ട. കസ്ക്യൂട്ടയ്ക്ക് പ്ലസ്, ഹെഡ്ജിന് മൈനസ്. അതും എന്താ? പാരസൈറ്റിസം. ടൈഗർ ഡിയർ. ടൈഗറിന് പ്ലസ്, ഫുഡ് കിട്ടി. ഡിയറിന് ജീവൻ പോയി, മൈനസ്. സോ ഇറ്റ് ഇസ് പ്രിഡേഷൻ. കേട്ടോ? എക്സാമ്പിൾസ് വെച്ച് കുറേ ചോദിക്കും. സോ എക്സാമ്പിൾസ് വെച്ച് എഴുതാൻ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, the size of a population is not static. ശരിയാ, പോപ്പുലേഷൻ സൈസ് കൂടി കുറഞ്ഞു ഇരിക്കാം. Which are the factors which lead to decrease in population? പോപ്പുലേഷൻ കുറയ്ക്കുന്ന ആൾക്കാർ ഒന്ന് മോർട്ടാലിറ്റിയും രണ്ടാമത് എമിഗ്രേഷനുമാണ്. സോ മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ, ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ. നെക്സ്റ്റ്, the population interaction in which one species is harmed and the others unaffected. ഒരാൾക്ക് മൈനസും ഒരാൾക്ക് 0യും വരുന്ന ഇതിന് പറയുന്ന പേരാണ് അമെൻസാലിസം. ഗുഡ്, അമെൻസാലിസം. ഫിനിഷ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ള നമ്മളെ ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം കടത്തിയിട്ടുണ്ട്. ഇത്രയും അപ്പുറത്തൊന്നും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. കേട്ടോടാ? ഇത്രയും സാധനം ചോദിക്കാനുള്ളൂ. എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. നെക്സ്റ്റ്, ഇതെന്താ? നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാം, അതായത് ലോകത്ത് ആദ്യമായി, അല്ല ഇന്ത്യയിൽ ആദ്യമായി എന്താ AI ജനറേറ്റഡ് ആയിട്ടുള്ള AI ക്യാമ്പസ് എവിടെയാ? നമ്മളെ എഡ്യൂപോർട്ടിന്റെ ക്യാമ്പസാ. സോ നിങ്ങൾക്ക് നീറ്റ്, കീം, CUET അതിൻ്റെയൊക്കെ കോച്ചിങ് എങ്ങനെയാ? നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആ വരിക ആൻഡ് വിത്ത് ഓഫ്ലൈൻ എക്സാംസ് ഓഫ്ലൈൻ ആയിരിക്കും. സോ നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ഡ്രീം സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുക. ശരിക്കും +2 ആണ് ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം വേറെ കൊണ്ടല്ല, ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ നമ്മളെ ഒരു പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് ആവുക. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്രൂഷ്യൽ സ്റ്റെപ്പാണ് എടുക്കാനുള്ളത്. സോ ഇതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക 9207998855. ഓക്കെ, ഡൺ. ഇനി എനിക്ക് പറയാനുള്ളത്, എക്സാം ആണ്, സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചത് മാത്രമേ വരാൻ പോകുന്നുള്ളൂ. ടെൻഷനേ വേണ്ട, വളരെ കൂളായിട്ടിരുന്നോ, ഭക്ഷണമൊക്കെ കഴിച്ചോ, സമാധാനമായിട്ടിരുന്നോ. നോമ്പാ അല്ലേ? സോ വേണ്ട, നോമ്പ് മുറിച്ചിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചോ, സമാധാനമായിട്ടിരുന്നോ. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ വിശ്വസിക്കുക. നമ്മളെ വിശ്വസിക്കുന്ന പോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കുക. എടാ, നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാത്തതായിട്ട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം. ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എളുപ്പമായിരിക്കും. സോ കാണാം. ബൈ ബൈ, ടാറ്റാ, സീ യു.